കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാത്തവരാണ് നമ്മൾ. അല്ലെങ്കിൽ കാഴ്ചയുണ്ടായിട്ടും കാണേണ്ടത് കണ്ടിട്ടും അത് തിരിച്ചറിയാതെ അതിനനുയോജ്യമായ രീതിയിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകാത്തവരാണ് നമ്മൾ. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റുമുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ചാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളത് തിരിച്ചറിയുന്നില്ല. വ്യക്തമായി അത് നമ്മളെ അട്രാക്റ്റ് ചെയ്ത് ഒരു ആക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല. അതാണ് കുഴപ്പം. നമ്മളിങ്ങനെ ഒരു ലേസി മൂഡിൽ, വേണമെങ്കിൽ അതിനെ ലേസി മൂഡ്, ഒരു മടിയെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പേടിയെന്ന് പറയാം, അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ടും നമ്മളത് കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും അത് തിരിച്ചറിയുന്നില്ല, അതനുസരിച്ച് ആക്ഷൻ എടുക്കുന്നില്ല. ഇതാണ് നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെയും പ്രശ്നം അതുതന്നെയായിരുന്നു. പക്ഷേ ഒരു മിന്നൽ എനിക്ക് എവിടെയോ എന്നോ അടിച്ചു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. ആ മിന്നലടിച്ചപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. എടാ, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ, അതിനനുസരിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാലേ ഉള്ളൂ എനിക്ക് എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. എൻ്റെ കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം, വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ വരത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മൾ ഇരുന്ന് സമയം കളയുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലത്ത്? ആ ഒരു ഇൻഫ്ലുവൻസ്, അത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ ഫ്രീ ആണ്. നമുക്ക് ഏതാണ് സോഷ്യൽ മീഡിയ ഫ്രീ അല്ലാത്തതായിട്ടുള്ളത്? അത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അത് ഒന്നല്ല, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക്, പിന്നെ ത്രെഡ്സ്, പിന്നെ അങ്ങനെ ഒരുപാട്, ഇത്രയും പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ വേറെ ആരെങ്കിലും ഇട്ട കണ്ടന്റുകൾ കണ്ട് ഒന്നെങ്കിൽ ഫണ്ണി ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ കാര്യമുള്ളതോ, അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ളതോ, നമുക്കിഷ്ടമുള്ള ഏതാണോ, ഏരിയ ഏതാണോ ആ ഏരിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ വീഡിയോകൾ ഇട്ടതുപോലെ നമുക്കും ഇടാൻ പറ്റും. നമുക്കും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത്, അദ്ദേഹം തുടങ്ങുന്ന കാലത്ത് അദ്ദേഹത്തിന് ടി വിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ മൾട്ടിമീഡിയയിൽ, പത്രത്തിലല്ല, പക്ഷെ ടി വി അതുപോലെയുള്ള വിഷ്വൽ മീഡിയയിൽ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ ഏരിയയിലാണ് പുള്ളിക്ക് താല്പര്യം എന്നറിഞ്ഞുകൊണ്ട് പുള്ളി അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, എങ്ങനെയൊരു ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ സന്തോഷ് ജോർജ് കുളങ്ങര ഈ പറഞ്ഞ ട്രാവലിങ്, പുള്ളിയുടെ ഫാദറായിട്ട് തന്നെ കൊണ്ടു നടന്നുകൊണ്ട് ഈ ട്രാവലിങ്ങിനെ വിഷ്വലൈസ് ചെയ്ത് അത് ടി വിയിൽ കൊണ്ടുവന്ന് പുള്ളി അതിൻ്റെതായ രീതിയിൽ ആ ഒരു നീഷിൽ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് അങ്ങേര് കയറി വന്ന് ഇപ്പോൾ നമുക്കറിയാം അങ്ങേരെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പം നമുക്കൊക്കെ കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരാൾ പോലും കഴിവില്ലാത്തതില്ല. നമ്മുടെ ലുക്കിലോ നമ്മുടെ സമ്പത്തിലോ ഒന്നുമല്ല കാര്യം, നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന പോലെയാണ് നമ്മൾ, അതിനുശേഷം നമ്മൾ അതിന് ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാനീ പറയുന്നത് സാമ്പത്തികമായ നമ്മുടെ ഉന്നമനം, നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ഒരു വളർച്ച, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ യുമാട്ടി ക്ലബിലെ ഇതുപോലുള്ള എഡിറ്റ് ചെയ്യാതിടുന്ന വീഡിയോകളിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കുറച്ച് വ്യൂസൊക്കെ കണ്ടു, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു, സന്തോഷം. ഇത് ഞാൻ ഒന്നുകൂടെ പറയാൻ കാണാത്തവർക്ക്, എൻ്റെ പേര് ജോമോൻ മാത്യു. യുമാട്ടി എന്ന ഒരു ബ്രാൻഡ് തുടങ്ങി. സൺലൈറ്റിൻ്റെ ഒരു പ്രശ്നം മാറ്റിക്കോട്ടെ. സോ യുമാട്ടി എന്ന ഒരു ബ്രാൻഡ് ഞാനിവിടെ ജർമ്മനിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ 1-2 ഗീവ് അവേ പ്രഖ്യാപിച്ച്
കുറേ ആളുകൾ വന്ന് ഫോളോ ഒക്കെ ചെയ്ത് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ട്രാക്ക് പിടികിട്ടി. ഇനി എങ്ങനെയാണ് ഇതിനെ വളർത്തുക, ഇനി എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം എനിക്കിപ്പോൾ ഞാൻ ഇത്രയും നാളും ഫസ്റ്റ് ഗിയറിലായിരുന്നു. ഫസ്റ്റ് ഗിയറിൽ നിന്ന് പയ്യെ സെക്കൻഡ് ഗിയറിലേക്ക് വീഴാൻ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനിത് ചെയ്തു വന്നപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജി എനിക്ക് മാത്രമല്ല, ലോകത്ത് ഇതുപോലെ സാഹചര്യമുള്ള ഒരുപാട് ആളുകൾക്ക് ഇതേ സ്ട്രാറ്റജി ഒന്നുകിൽ ഇതുപോലെയോ അല്ലെങ്കിൽ അവരുടേതായ സാഹചര്യങ്ങളോട് ഇണങ്ങുന്ന രീതിയിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി ഈ ഒരു സ്ട്രാറ്റജി, ഈ യൊമാറ്റോയുടെ ബിസിനസ് സ്ട്രാറ്റജി, ഈ ഒരു മെത്തേഡ്സ് അവർ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തി നിങ്ങളുടേതായ രീതിയിൽ വരുത്തി നിങ്ങൾക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനധികം പൈസ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. കുറച്ച് വേണം, തീരെയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൈസയെക്കാളും ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മനസ്സാണ്. നമുക്കിത് ചെയ്യാനായിട്ട് മുന്നോട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ട സമയവും മനസ്സുമാണ്. ആ സമയം നമ്മൾ കണ്ടെത്തി ആ മനസ്സ് വെച്ച് ഇതിലേക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ മനസ്സിലായാൽ നമുക്ക് എന്ത് സാധനവും ഇവിടെ നമ്മുടെ ആശയങ്ങളാണെങ്കിലും വിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളാണെങ്കിലും പ്രചരിപ്പിക്കാം, നമുക്ക് പ്രോഡക്റ്റുകളുണ്ടെങ്കിൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഫ്രീ ആണ്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഇപ്പം കഴിഞ്ഞ സമയത്ത് ഒരു പറയുകയുണ്ടായി, നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇന്നിപ്പോൾ ഫ്രീ ആണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇത്രയും സോഷ്യൽ മീഡിയ ചാനലുകൾ നമുക്കിവിടെ ഉണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഇന്ത്യയിലില്ല പോട്ടെ. അപ്പോൾ ഇത്രയും സാധ്യതകൾ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ള കാലത്ത് നമ്മൾ എത്ര പേര് ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ ഇതിനകത്തിരുന്ന് വെറുതെ കണ്ടുകൊണ്ടിരിക്കാതെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് ആരും ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റെഡി ആയിട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ക്ലബ്ബ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു ബിസിനസ് ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും എൻ്റെ ക്ലബ് മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെയേറെ ഇന്നത്തെ കാലഘട്ടത്തിലും വളരെയേറെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ 2 ഗീവ് അവേ പ്രഖ്യാപിച്ചു. ആദ്യത്തിൽ 100 യൂറോയാണ് പറഞ്ഞത്, രണ്ടാമത്തെ ഞാൻ 100 യൂറോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ജീവിത പ്രശ്നങ്ങളുടെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവർ എനിക്ക് ഡയറക്റ്റായിട്ട് ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് പൈസ അയച്ചു തരാമോ എന്ന്. ഞാനൊരു 100 യൂറോ ഗീവ് അവേ പ്രഖ്യാപിച്ച് ഒരു ചെറിയൊരു പ്രസ്ഥാനം അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ നേരിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഒരിക്കലും ഞാൻ അവരെ എന്താ പറയുക, മോശമായിട്ട് പറയുകയല്ല. കാരണം ഞാൻ തന്നെ പറയുന്നു, ഈ ഇരിക്കുന്ന ഞാൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. ഇപ്പം ഈ ബിസിനസ് തുടങ്ങിയത് പോലും ഒരു പൈസയും കയ്യിൽ സ്വരുക്കൂട്ടി വെച്ചിട്ടല്ല. സത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടിയത് ഇതിനു മുമ്പ് നാട്ടിൽ വെച്ച് ഞാനൊരു ഫാം ബിസിനസ് ചെയ്ത് പൊട്ടി ഒരു 10 ലക്ഷം രൂപ നഷ്ടം വന്നു. അതിൽ നിന്ന് റിക്കവറായി ഞാൻ മുന്നോട്ട് കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ബിസിനസ് തോറ്റാൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചു. എനിക്കതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡ്, ഞാൻ നെറ്റ് ഒന്ന് ഓഫ് ആക്കിക്കോട്ടെ, ഒരുപാട് മെസ്സേജുകൾ വരുന്നു. ഓക്കെ, സോറി, കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ, ഞാനത് മറന്നുപോയി, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പറഞ്ഞു വന്ന ടോപ്പിക്ക് വിട്ടുപോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അസൗകര്യം ഉള്ളത് കൊണ്ടാണ്
ഞാനിതുപോലെ ഡയറക്റ്റായിട്ട് വീഡിയോകൾ എടുത്തിട്ട് അതുപോലെ അപ്ലോഡ് ചെയ്യാണ്. കാരണം അതിന് എനിക്ക് സമയം കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ടീമായിട്ടില്ല. ടീമൊക്കെ ആവുന്ന കാലത്ത് ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടും, പക്ഷേ ഇപ്പോൾ പറയേണ്ട കാര്യം ഇപ്പം പറയേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നീട്ടിക്കൊണ്ട് പോയാൽ അതും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ തീർച്ചയായിട്ടും ഇടയ്ക്ക് വീഡിയോയിൽ ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഞാൻ ചിലപ്പോൾ പറയാൻ വഴിയുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയക്കാരുടെ കാലമാണ്. നമ്മൾ വായിൽ നിന്ന് നമ്മുടെ ജഗന്നാഥൻ പറഞ്ഞ പോലെ വാവിട്ട വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ കാണാൻ ഇത് അതുപോലെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അല്ല വലിയ ബ്ലണ്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിടും. പക്ഷേ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ കുറച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വലിയ ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ ലോങ് വീഡിയോ പിന്നീട് എഡിറ്റ് ചെയ്ത് ഒക്കെ എടുക്കുക എന്ന് പറയുന്നതും സേവ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുന്നവരൊന്നും മനസ്സിലാക്കണം ദയവ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ആ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഒരുപാട് ആളുകൾ സഹായിച്ചാണ് ഇന്ന് ഈ നിലയിൽ എത്തിയത്. അതുപോലെ ഈ ബിസിനസ് തുടങ്ങിയതും ഒരുപാട് പൈസ ഒന്നും സുരുക്കൂട്ടി വെച്ചിട്ടല്ല. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പയ്യെ ചെയ്താണ് സമയമെടുത്തു. 1 വർഷത്തോളം എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തി. കഴിഞ്ഞ ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ആശയങ്ങൾ വന്നു തുടങ്ങിയത്. അതിനുശേഷം ഞാനിങ്ങനെ പയ്യെ ഓരോരോ പ്രിപ്പറേഷൻസ് ചെയ്ത് ആണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇതുപോലെ ഒരു ആശയം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പയ്യെ പ്രിപ്പയർ ആയാൽ മതി. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. പക്ഷെ ചില രീതികളുണ്ട്. ആ ചില നിശ്ചയമായിട്ടും ചെയ്യേണ്ടതായ ചില സ്റ്റെപ്പുകളുണ്ട്. അത് സ്റ്റെപ്പുകൾ ചെയ്ത് വേണം വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു പരാജയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കത് പ്രോപ്പറായ ഒരു ഫൗണ്ടേഷൻ ചെയ്ത് വേണം വരാനായിട്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്തു വന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ യോമാട്ടി ക്ലബ്ബ് ഇതുപോലെ എനിക്ക് തുറന്ന് സംസാരിക്കാനും, പിന്നെ ഈ യോമാട്ടി ക്ലബ്ബ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഇതുപോലെ ക്ലബ്ബിൽ അംഗങ്ങളായി വരുന്ന അവർക്ക് ആരെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഈ പ്രത്യേകിച്ചും പോഡ്കാസ്റ്റുകളായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യോമാട്ടി ക്ലബ്ബിലെ അംഗങ്ങളായി വരുന്ന ആളുകളുടെ ബിസിനസ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും, പിന്നെ യോമാട്ടി ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് പേജുണ്ട്. പക്ഷേ അത് കുറച്ച് വേറെ രീതിയിലാണ്. യൂട്യൂബ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും ബിസിനസ്സിൻ്റെ പോഡ്കാസ്റ്റുകൾ സംരക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും. അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും. പിന്നെ എനിക്ക് എൻ്റെ ആശയങ്ങൾ വളരെ തുറന്ന് എഡിറ്റൊന്നുമില്ലാതെ സമയം കളയാതെ പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതുപോലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ യോമാട്ടി ക്ലബ്ബ് എന്ന ചാനലിൽ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാലത്ത് മാറുമല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെതായ എന്താ പറയുക ടേൺ എടുക്കണം. അല്ലാതെ സ്റ്റഡി ആയിട്ട് നമ്മൾ ഒരേ റൂട്ടിൽ തന്നെ പോകണമെന്നില്ല. ട്രാക്ക് മാറ്റണമെങ്കിൽ ട്രാക്ക് മാറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ഇതുപോലുള്ള ആശയങ്ങൾ ആർക്കും മനസ്സും സമയവും ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലൊരു ബിസിനസ് എൻ്റെ ബിസിനസ് ഇതുവരെ എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ പറയുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10,000 ഫോളോവേഴ്സ് അടുത്തായിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്കറിയാം ഈ ട്രാക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, കാരണം ഞാനത് ഓൾറെഡി അതിനുള്ള ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബിസിനസ്സിനെ കൊണ്ടുപോകേണ്ട രീതി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ആൾക്കാരിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ആളുകളിലേക്ക് എത്തിക്കാം, നമ്മുടെ പ്രോഡക്റ്റിനെ നമുക്ക് പരമാവധി റീച്ച് എത്തിക്കാം ഓർഗാനിക്കലി. നമുക്ക് ഇഷ്ടം പോലെ പൈസയുള്ളവർക്ക് ഈ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ വേറെ വൻ ഇൻവെസ്റ്റ്മെൻറ്റും പൈസയുള്ളവർക്കൊന്നും ഈ പരിപാടിയിലേക്ക് ഈ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. നേരെ ഇടിച്ചിറങ്ങി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അങ്ങ് പോകാം. അവരോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറയുന്നത് ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട്
ജോലിയില്ലാത്ത അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിൽ ഒരു കൊച്ചു വീട്ടിലാണ്, ഒരു ബെഡ്റൂമും ഒരു ചെറിയ ഹാളും ഒരു കുഞ്ഞടുക്കളയുമുള്ള ഒരു 43 ക്വാഡ്രാമീറ്ററിൻ്റെ ഒരു കുഞ്ഞു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വാലറ്റിൻ്റെ പ്രസ്ഥാനം തുടങ്ങി വന്നത്. ഇപ്പം ഈ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ അടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒന്ന്, എൻ്റെ വീട്ടിൽ പിള്ളേർ 2 കുഞ്ഞു പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ വെക്കേഷനാണ്. മൂത്തവന്, ഇളയത് 1.5 വയസ്സാകുന്നുള്ളൂ. അപ്പോൾ അവർ ഭയങ്കര വർത്താനവും അല്ലെ സൗണ്ടും വീട്ടിലെ, പിന്നെ വൈഫുണ്ട്. അപ്പോൾ അവർക്ക് TV വെക്കണം, ഇത്ര സമയമൊന്നും കിട്ടത്തില്ല. സൗണ്ടിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇതിനകത്താകുമ്പോഴത്തേക്കും സൗണ്ടിൻ്റെ പ്രശ്നമില്ല, ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് സൗണ്ട് വലിയ പ്രശ്നമില്ലാതെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നല്ല ചൂടാണ്, ഞാനിത് ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിട്ടാണ്, കാരണം വണ്ടി തുറന്നു കഴിഞ്ഞാൽ കുറേ സൗണ്ട് വരും. അതുകൊണ്ട് പിന്നെ AC ഇട്ടെന്നാൽ വണ്ടി ഓണാക്കിയാൽ അതിൻ്റെതായ ഒരു കുറച്ച് സൗണ്ട് വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൂടത്തിരുന്നാണ് ചെയ്യുന്നത്. നോക്കട്ടെ, ഞാൻ AC ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇതിലെങ്ങനെ എഫക്റ്റ് വരും എന്നുള്ളത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെ ഒന്നുകൂടെ പറയാം. ഞാൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നൊരു ചെറിയ പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വാലറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാലറ്റ് തന്നെ ഉണ്ടാക്കാം,